വളരെ എളുപ്പത്തിൽ നല്ല മധുരമുള്ളൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ചെറിയ മാമ്പഴങ്ങളാണ് മാമ്പഴ പുളിശ്ശേരിക്ക് ഉപയോഗിക്കാറ്. എനിക്ക് കിട്ടിയത് മധുരം കുറഞ്ഞ മൂവാണ്ടൻ മാങ്ങയാണ്. അതുകൊണ്ട് ആദ്യം മാങ്ങയെ ഒന്ന് മധുരം വെപ്പിച്ചെടുത്തു. അതിനായിട്ട് തൊലി കളഞ്ഞ 4 മാമ്പഴത്തിൽ ഉപ്പും പച്ചമുളകും കറിവേപ്പിലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ശർക്കരയിട്ട് 1.5 കപ്പ് വെള്ളത്തിൽ ഒന്ന് പ്രഷർ കുക്ക് ചെയ്യാൻ വെച്ചു. ഒരു വിസിൽ വന്നാൽ ഓഫ് ചെയ്യാം. ചേർക്കാനുള്ള അരപ്പിലേക്കായിട്ട് 1 മുറി തേങ്ങ, 1 പച്ചമുളക്, 2 വെളുത്തുള്ളി, 1/4 സ്പൂൺ ജീരകം ഇത്രയൊന്ന് ക്രഷ് ചെയ്ത് വെച്ചു. അതിലേക്ക് 1/4 സ്പൂൺ കടുകും തൈരും ചേർത്ത് നന്നായിട്ട് അരച്ചു. അരയ്ക്കുമ്പോൾ കുറേശ്ശെ തൈര് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. വെന്ത മാമ്പഴത്തിലേക്ക് അരപ്പ് ചേർക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളച്ച് വരുമ്പോൾ പുളിക്ക് ആവശ്യമായി തൈര് ചേർക്കുക. ജാറിൽ ആവശ്യത്തിന് തൈര് ഒഴിച്ച് ഒന്ന് പൾസ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. 2 ഗ്ലാസ് തൈര് ഞാൻ ഈ കറിക്ക് എടുത്തിട്ടുണ്ട്. ഇനി തിളക്കാൻ തുടങ്ങുമ്പോൾ കറി ഓഫ് ചെയ്യാം. എന്നിട്ട് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കാനായിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണയും 1 സ്പൂൺ നെയ്യും, അതിലേക്ക് ഉലുവ, കടുക്, മുളക്, വേപ്പില, ഉള്ളി എല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്തു. ഒരൽപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1 നുള്ള് ഉലുവാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കറിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വയ്ക്കുക. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കറി കുറുകി നല്ല അടിപൊളി ലുക്കായില്ലേ. താങ്ക് യു.